ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ സി പ്രോഗ്രാമിംഗിലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് കണ്ടീഷൻ അല്ലെങ്കിൽ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കിനെ ബേസ് ചെയ്ത് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഫ്ലോ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് 3 ടൈപ്സ് ഉണ്ട്. സിക്കകത്ത് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ജംപ് സ്റ്റേറ്റ്മെന്റ്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാം എങ്ങോട്ട് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പാർട്ടിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമുക്ക് ഇത് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. 3 തരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഇഫ് എൽസ്, കണ്ടീഷൻ ഓപ്പറേറ്റർ, ദെൻ സ്വിച്ച്. അതിനകത്ത് ഇഫ് എൽസ് തന്നെ നമുക്ക് അഗെയിൻ 4 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സിമ്പിൾ ഇഫ്, പിന്നെ ഇഫ് എൽസ് മാത്രമായിട്ടുള്ളത്, പിന്നെ ഇഫ് എൽസ് ഇഫ്, ദെൻ നെസ്റ്റഡ് ഇഫ്. ജസ്റ്റ് സിംപ്ലി ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താണ്, ഇഫിനകത്ത് കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആവുന്ന കേസിൽ ഈ ബ്രേസസിനകത്തുള്ള പാർട്ട് എക്സിക്യൂട്ട് ആവും, ഇല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ആവില്ല. ഇഫ് എൽസ് കേസിലാണെങ്കിലോ അതിനകത്ത് ഇഫിനകത്ത് കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ഇഫിനകത്തുള്ള ആ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും, ഇല്ലെങ്കിൽ എൽസിലേക്കാണ് കൺട്രോൾ പോവുക, എൽസ് പാർട്ട് എക്സിക്യൂട്ട് ആവും. ഇനി ഇഫ് എൽസ് ഇഫ് ആണെങ്കിലോ ഇഫിനകത്ത് കൊടുത്തിട്ടുള്ള ആ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ ആ ഇഫിനകത്തുള്ള ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഇനിയിപ്പോ ഇഫ് അല്ല എൽസ് ഇഫ് വേറൊരു സെക്കൻഡ് ടൈപ്പ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. അത് ട്രൂ ആവുകയാണെങ്കിൽ ആ എൽസ് ഇഫ് പാർട്ട് എക്സിക്യൂട്ട് ആവും. ഇഫിനകത്തും എൽസ് ഇഫിനകത്തും കൊടുത്തിട്ടുള്ള കണ്ടീഷൻസ് ഫോൾസ് ആവുന്ന കേസിൽ എൽസിനകത്തുള്ള ആ ഒരു ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. നമുക്ക് ഇഫ് എൽസ് ഇഫ്, ഈ എൽസ് ഇഫ് എന്നുള്ളത് എത്ര എണ്ണം വരെ വേണമെങ്കിലും നമുക്ക് കണ്ടീഷൻസ് എഴുതാനായിട്ട് പറ്റും. പക്ഷെ എൻഡ് ചെയ്യുന്നത് ലാസ്റ്റത്തെ എൽസിലാണ്. ഇനി നെസ്റ്റഡ് ഇഫ് ആണെങ്കിലോ ഒരു ഇഫിനകത്ത് എനിക്ക് വേണമെങ്കിൽ സിമ്പിൾ ഇഫ് എഴുതാം, ഇഫ് എൽസ് എഴുതാം, ഇഫ് എൽസ് ഇഫ് എഴുതാം. അഗെയിൻ ആ നെസ്റ്റഡ് ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന എൽസിനകത്ത് വേണമെങ്കിൽ എനിക്ക് അഗെയിൻ ഇഫ് കണ്ടീഷൻ എഴുതാം, ഇഫ് എൽസ് എഴുതാം, ഇഫ് എൽസ് ഇഫ് എഴുതാം, നെസ്റ്റഡ് ഇഫ് ഒക്കെ എഴുതാം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ള പാർട്ടായിരിക്കും സി പ്രോഗ്രാമിംഗില്. ഇനി കണ്ടീഷൻ ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പറേറ്റേഴ്സിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം കണ്ടീഷൻ കൊടുക്കും, ഒരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷമുള്ള പാർട്ടിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. ഫോൾസ് ആവുകയാണെങ്കിൽ ആ ഒരു ഫുൾ കോളം കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ഫോൾസ് പാർട്ടിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ആവും. ഒരു ഇഫ് എൽസ് ബ്ലോക്കിന്റെ, അതായത് ഈ ഒരു ഇഫ് എൽസിന്റെ ഒരു വേറൊരു ഇംപ്ലിമെന്റേഷൻ ആണ് ഈ ടെർണറി ഓപ്പറേറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കോമ്പാക്ട് ഫോം ഓഫ് ദി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത് സ്വിച്ച് ആണ്. സ്വിച്ചിനകത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിള് പാസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ പാസ് ചെയ്തിട്ട് അതൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് കേസസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അതിൽ ഏതെങ്കിലും കേസസ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് കേസിനകത്ത് എഴുതിയിരിക്കുന്ന ബ്ലോക്ക് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് വരുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്സിനെ നമുക്ക് എൻട്രി കൺട്രോൾഡ് ലൂപ്സ് എന്നും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്സ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എൻട്രി കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ബിഫോർ എൻറ്ററിങ് ദ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലൂപ്പ് ബോഡി അറ്റ്ലീസ്റ്റ് വൺസ്. ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എൻഡിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് നടത്തുന്നത്. നമുക്കറിയാം എൻട്രി കൺട്രോൾഡ് ലൂപ്സ് 2 എണ്ണമാണ് ഉള്ളത്. നമുക്ക് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും. ഫോർ ലൂപ്പിനകത്ത് നമുക്ക്
ഇനീഷ്യലൈസേഷൻ, ദെൻ ഒരു സെമിക്കോളൻ, ദെൻ കണ്ടീഷൻ, സെമിക്കോളൻ, അപ്ഡേഷൻ. ഇത്രയും പാർട്ട് ഫോർ ലൂപ്പിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇനീഷ്യലൈസേഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ അത് ഒരിക്കൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ ഈ ലൂപ്പിനകത്ത്. അതും ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങില് എന്തെങ്കിലും നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ഇനീഷ്യലൈസേഷൻ പാർട്ടിൽ കൊടുക്കും. ആ ഒരു സെമിക്കോളൻ കഴിഞ്ഞ് വരുന്നത് നമുക്ക് കണ്ടീഷൻ ആണ്. കണ്ടീഷനകത്ത് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഓരോ ഐട്രേഷന് മുൻപും ഇവാലുവേറ്റ് ചെയ്യും. ഒരു സ്പെസിഫിക് കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ എഴുതുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻ എന്ന് പറയുന്ന ഭാഗത്താണ്. പിന്നെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഓരോ ഐട്രേഷന് ശേഷവും ലൂപ്പ് വേരിയബിള് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ അപ്ഡേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ള കോഡാണ്. ഈ കണ്ടീഷനിൽ എഴുതിയിട്ടുള്ള കണ്ടന്റ് ട്രൂ ആവുകയാണെങ്കിൽ മാത്രമേ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഏത് മൊമെന്റിലാണോ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അന്നേരം ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുന്നത് നിർത്തി ആ ഒരു ലൂപ്പിന് താഴെയുള്ള കോഡിലേക്ക് കൺട്രോൾ പോകും. അടുത്ത ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് വൈൽ ലൂപ്പ്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? വൈൽ ലൂപ്പ് കൊടുക്കുന്നു, ദെൻ കണ്ടീഷൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നു, പിന്നെ ബ്രേസസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട കണ്ടന്റ് കൊടുക്കുന്നു, വൈലിന്റെ ബോഡി കൊടുക്കുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആവുന്നിടത്തോളം സമയം ഈ വൈൽ ലൂപ്പിനകത്തുള്ള കണ്ടന്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. യൂഷ്വലി നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ഐട്രേഷൻസ് കാണുമെന്ന് നമുക്ക് മുന്നേ കൂട്ടി തീരുമാനിക്കാത്ത കേസസിലാണ്. പ്രിസൈസ്ലി സെയിങ് ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് വെൻ ദ നമ്പർ ഓഫ് ഐട്രേഷൻസ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. ഇനി നമുക്ക് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്സ് നോക്കാം. ആകെ ഡു വൈൽ ലൂപ്പ് അതിനകത്ത് സിക്കകത്ത് പറയുന്നുള്ളൂ. കോഡ് ഒറ്റ തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വൈലിനകത്ത് എഴുതിയിട്ടുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഡൂവിനകത്ത് എഴുതിയിട്ടുള്ള ബ്ലോക്ക് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇതുവരെ വർക്ക് ചെയ്യും. ഈ വൈലിനകത്ത് എഴുതിയിട്ടുള്ള കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ആ ഡൂവിനകത്തുള്ളത് എന്ത് ചെയ്തോണ്ടിരിക്കും, ഐട്രേറ്റ് ചെയ്തോണ്ടേയിരിക്കും. മറക്കരുത്, ഇതൊരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലെ മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജമ്പിങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ജംപ് സ്റ്റേറ്റ്മെന്റ്സിൽ അഗൈൻ നമുക്ക് 4 എണ്ണമാണ് സി പ്രൊവൈഡ് ചെയ്യുന്നത്: ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ ആൻഡ് ഗോ ടു. എന്താണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ്. ദോസ് ആർ യൂസ്ഡ് ടു ആൾട്ടർ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ബൈ ട്രാൻസ്ഫറിങ് കൺട്രോൾ ടു അനദർ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. ഈ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് ലൂപ്സിലും ഫങ്ഷൻസിലും പ്രോഗ്രാമിന്റെ തന്നെ ഫ്ലോയിലും തന്നെ ഉള്ള കൺട്രോള് നമുക്ക് തരുന്നത്. അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് ജംപ് സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രേക്ക്. ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ലൂപ്സ്, വൈൽ ലൂപ്സ്, ഡു വൈൽ ലൂപ്സ്, അല്ലെങ്കിൽ സ്വിച്ച് കേസസ്. ഏത് ലൂപ്പിനകത്താണ് ഈ ബ്രേക്ക് വന്നിരിക്കുന്നത് അതിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിറ്റ് ആവും. ഇനിയിപ്പോ ഇത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിനകത്താണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി സ്കിപ്പ് ചെയ്ത് റിമൈനിങ് കോഡ് ഇൻ ദ ബ്ലോക്ക് ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഇത് എക്സിറ്റ് അല്ല ചെയ്യാം. എവിടെ വെച്ച് കണ്ടിന്യൂ കാണുന്നോ അവിടെ നിന്ന് താഴേക്കുള്ളത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഐട്രേഷനിലേക്ക്, ലൂപ്പിനകത്താണ് നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലോട്ട് ജമ്പ് ചെയ്യും. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്സിൽ തന്നെയാണ് ടു ബൈപാസ് സ്പെസിഫിക് പാർട്സ് ഓഫ് ദി ഐട്രേഷൻ. നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ ആണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഫങ്ഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻസ് ടെർമിനേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ വാല്യൂസ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനൊക്കെയാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണ്. കോഡിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ലേബൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേബലിലേക്ക് ഏതെങ്കിലും പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗോ ടു സ്റ്റേറ്റ്മെന്റ്, ഗോ ടു ഇന്ന ലേബൽ എന്ന് നമ്മൾ പറയും. ഒരു നല്ല കോഡിംഗ് പ്രാക്ടീസ് ആയിട്ടല്ല കാണുന്നത് ഈ ഗോ ടുന്റെ യൂസേജ്. കാരണം ഒരു ഹാർഡ് കോഡ് കൈൻഡ് ഓഫ് തിങ് ആയി മാറാണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ പ്രോഗ്രാം. അതിന്റെ ഒരു ഡൈനാമിക് നേച്ചർ തന്നെ ചേഞ്ച് ആവാണ്. ദിസ് ഇസ് ജനറലി അവോയ്ഡഡ് ബൈ പ്രോഗ്രാമേഴ്സ്. നമുക്ക് ജംപ് സ്റ്റേറ്റ്മെന്റ്സിന് ഓരോ എക്സാമ്പിൾസും കൂടെ നോക്കാം. ഇവിടെ സ്ക്രീനിൽ നോക്കുമോ, ഫസ്റ്റ് വൺ ബ്രേക്ക് ആണ്. അപ്പൊ ഞാൻ എന്റെ ഹെഡർ ഫയലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനകത്ത് ഐ എന്ന് പറയുന്ന ഒരു ഇന്റിജർ വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. ഐ 1 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആവുന്നത് വരെ എനിക്ക് ഫോർ ലൂപ്പിനകത്ത് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ ഞാൻ എന്റെ അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
i++ എന്നുള്ളത്. ഈ ഫോർ ലൂപ്പിനകത്ത് each time I check if I is equal to 5. In case if I is 5, ഞാൻ കൂടുന്ന എക്സിറ്റ് ആവും. ഈ ഫോർ ലൂപ്പിനകത്ത് തന്നെയാണ് printf കൊടുത്തിട്ടുള്ളത്. ഈച്ച് ടൈം ഐയുടെ വാല്യൂ ഐ ഇന്റിജർ വാല്യൂ ആയതുകൊണ്ട് %d സ്പെസിഫയറിനെ കുറിച്ച് നമ്മൾ ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഐ ഈക്വൽ ടു 5 ആവുന്ന കേസിൽ ബ്രേക്ക് ആവും, അല്ലെങ്കിൽ എന്താണോ ഐയുടെ വാല്യൂ അത് പ്രിന്റ് ചെയ്യണം. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഈസ് 1, ഇവിടെ ചെക്ക് ചെയ്യും നമ്മൾ ഐ 5 ആണോ അല്ല. സോ ലൂപ്പ് വിൽ പ്രിന്റ് ഐ, സോ വിച്ച് ഇസ് 1. അപ്പൊ 1 പ്രിന്റ് ആയി വരും. Then I++, I2i, 2 less than or equal to 10, yeah. 2 is equal to 5, no. So 2 print ആയി വരും. Then I++, 3. 3 less than or equal to 10, yes. 3 equal to 5, no. Then print 3. 3 print ചെയ്തു. Then I++, so 4. 4 less than or equal to 10, yes. 4 equal to 5, no. Then print 4. Okay. Then increment I becomes 5. So 5 less than or equal to 10, yes. 5 equal to 5, yeah, obviously. So here break. അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക് ആയി പോവും. ദെൻ റിട്ടേൺ 0. ആ പ്രോഗ്രാം എൻഡ് ചെയ്യാണ് അവിടെ. സോ നമുക്ക് കൺസോളിൽ 1 2 3 4 ഇത്രയും വാല്യൂസ് പ്രിന്റ് ആയി വരും. ദിസ് ഇസ് ഹൗ ബ്രേക്ക് വർക്ക്സ്. വെനെവർ വി സീ എ ബ്രേക്ക്, ഇറ്റ് എക്സിറ്റ്സ് ഫ്രം ദി നിയറസ്റ്റ് ലൂപ്പ്. ദാറ്റ് ഇസ് ഹൗ ബ്രേക്ക് വർക്ക്സ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കണ്ടിന്യൂ വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഐ ഈസ് ഈക്വൽ ടു 1 ആണ്. ഫോർ ലൂപ്പ് നമ്മുടെ same as the previous one, but the condition I am giving is I mod 2 equal to 0 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. I mod 2 equal to 0 എന്ന് പറയുമ്പോൾ I ഇവൺ ആവുന്ന കേസിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും, ഓഡ് ആവുന്ന കേസിൽ ഞാൻ ഇത് പ്രിന്റ് ചെയ്യും. സോ ഫസ്റ്റ് ടൈം I is 1, I less than or equal to 10, yeah sure, 1 less than or equal to 10 ആണ്. So 1 more 2 equal to 0, no. So I print I 1. Then increment I, so 2. 2 less than or equal to 10, yes. 2 more 2 equal to 0, yes. So continue. അപ്പൊ റെസ്റ്റ് ഓഫ് ദ കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. ദെൻ അഗൈൻ ഇതിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ദെൻ I++ 3. 3 less than or equal to 10, yes. 3 more 2 equal to 0, no. So print 3. 3 print ചെയ്തു. Next 3++ 4. 4 less than or equal to 10, yes. 4 more 2 equal to 0, yes. So continue. Then 5. 5 less than or equal to 10, yes. 5 more 2 equal to 0, no. So print 5. Then increments it. Then I becomes 6. 6 less than or equal to 0, yes. 6 more 2 equal to 0, yes. Continue. So jumps to here. 7. 7 less than or equal to 10, yes. 7 more 2 equal to 0, no. Then print 7. Then I becomes 8. 8 less than or equal to 0, yes. 8 more 2 equal to 0, yes. Continue. Then 9. 9 less than or equal to 0, yes. 9 more 2 equal to 0, no. Print 9. Increments I, so it becomes 10. 10 less than or equal to 10, yes. 10 more 2 equal to 0, yes. So continue. I increments and I becomes 11. 11 less than or equal to 0, no. So I'm exiting my for loop and the program ends here, and I got all the odd numbers printed here. And then not all the odd numbers within 1 and 10. Now coming to the next program. This example illustrates how return works. So I have this function square where I pass an integer value and I check if it is less than 0. Negative, I have to print it's a negative number and I have to return a -1. If it is greater than 0, then I return n into n. And here is my main function. There I have an integer value result, square of -5. Here I am invoking this function. I'm passing -5 here. And then if result equal to -1, then return 1. Okay. And print %d result and return 0. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഞാൻ ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ സ്ക്വയർ എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ ഇൻവോക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. -5 ആണ് ഞാൻ പാസ് ചെയ്യുന്ന വാല്യൂ. അത് -5 less than 0 ആണ് എന്ന് ചെക്ക് ചെയ്യുന്നു.
ആണെങ്കിൽ എന്ത് ചെയ്യണം? പ്രിന്റ് എറർ നെഗറ്റീവ് നമ്പർ എന്നുള്ള സംഭവം ഞാൻ പ്രിന്റ് ചെയ്യണം. Then what I do? I return a negative 1. So -1 എന്ന വാല്യൂ ആണ് ഇപ്പൊ റിസൾട്ടിനകത്തേക്ക് കിട്ടുക. ആൻഡ് ഹിയർ ഐ എം ചെക്കിംഗ് ഇഫ് റിസൾട്ട് ഈക്വൽ ടു -1, then I am returning 1. സി പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ 0 അല്ലാത്ത ഏതെങ്കിലും ഒരു നോൺ സീറോ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു എറർ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ടെർമിനേഷൻ ആണ് കാണിക്കുന്നത്. സോ the program will terminate here. We won't be able to process further. സി പ്രോഗ്രാമിനകത്ത് 0 റിട്ടേൺ ചെയ്യുന്നതാണ് സക്സസ്ഫുൾ എക്സിക്യൂഷൻ. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഹൗ റിട്ടേൺ വർക്ക്സ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഗോ ടു വർക്ക് ചെയ്യുന്നത് നോക്കാം. മെയിൻ ഫംഗ്ഷനകത്ത് ഇൻഡ് ഐ ഈക്വൽ ടു 1 ഒരു ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ലേബിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് ഓഫ് %d i. ഐയുടെ വാല്യൂ ഓൾറെഡി 1 ആണ്. സോ 1 അവിടെ പ്രിന്റ് ചെയ്തു. i++ ചെയ്തു. ഐന്റെ വാല്യൂ 2i. i less than or equal to 10. Yes, go to loop. Then print I, which is 2. Then I increments to 3. 3 less than or equal to 10. Go to loop. Control jumps to here. Then printing 3. Then I becomes 4. 4 less than or equal to 10. Yes, so go to loop. So my control comes over here and I print 4. Then I increment I. I becomes 5. 5 less than or equal to 10. Yes, so again go to loop. Similarly, when I becomes 10, I'll print 10, then I'll increment I. So I'll become 11. 11 less than or equal to 10? No. So I exit from this if and return 0. Program terminates successfully. So I can see all the numbers from 1 to 10 using this. But ഈ മെത്തേഡ് യൂഷ്വലി പ്രോഗ്രാമേഴ്സ് റെക്കമെൻഡ് ചെയ്യാറില്ല. ബിക്കോസ് it's considered as a bad practice to use go to label. ഇത്രയാണ് നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും അഡീഷണലി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ please do like, share this video with your friends, and don't forget to subscribe the channel if you haven't done it yet. See you in the next video. Bye for now.